കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് മിസ്റ്റർ ബീൻ്റെ ഒരു കൊച്ചു കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. മിസ്റ്റർ ബീനും മുത്തയും. കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് മിസ്റ്റർ ബീൻ്റെ ഒരു കൊച്ചു കഥ പറഞ്ഞു തരട്ടെ. എഗ് ആൻഡ് ബീൻ. മിസ്റ്റർ ബീൻ ഒരു ദിവസം ബുക്കിൽ എന്തോ ഒരു പരീക്ഷണം ഉണ്ടാക്കുകയാണ്. പരീക്ഷണമല്ല, ഭക്ഷണം. അത് ഒരു ബട്ടർ എടുത്തിട്ട് ഒരു കത്ത് കൊടുത്തു. എന്നിട്ട് ആ ബട്ടർ എടുത്തിട്ട് അത് കയ്യിൽ നിന്ന് പോകുന്നില്ല. എന്നിട്ട് അവൻ അങ്ങനെ തന്നെ അതിലെത്തും. എന്നിട്ട് മറ്റേ ബട്ടർ എടുക്കുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് പോയി ചുമരിൽ പറ്റിപ്പോയി ഗൈസ്. മിസ്റ്റർ ബീന് നല്ല ദേഷ്യം വന്നു. എന്നിട്ട് അതെടുത്തിട്ട് ഒറ്റ കൊലയിൽ വന്നു. അപ്പോൾ ആ ബട്ടറും കാണാനില്ല, ഒന്നും കാണാനില്ല. അപ്പോൾ അവൻ കോപ്പിയൊക്കെ പൊന്നിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ സീലിംഗ് പറ്റിയിരിക്കുകയാണ്. മിസ്റ്റർ ബീന് വീണ്ടും ദേഷ്യം വന്നു. പിന്നെ ആ ബട്ടർ എടുക്കുമ്പോഴത്തേക്കും ആ ബട്ടറും വന്നു. മിസ്റ്റർ ബീൻ തുമ്മൽ വന്നു. അപ്പോൾ ഒറ്റ തുമ്മൽ തുമ്മി. അപ്പോഴേക്കും അവൻ്റെ മൂക്കിലെ കച്ചറ കയ്യിലായി. അവൻ മേത്ത് തന്നെ വരക്കുന്നുണ്ട്. അപ്പോൾ ടി വി കാണാൻ സമയമായി. അവൻ എന്തോ പദം കാണുന്നുണ്ട്. അവന് അത് കണ്ടിട്ട് നല്ലോണം ചിരിക്കുന്നുണ്ട് ഗൈസ്. അവൻ നല്ലോണം ചിരിക്കുന്നുണ്ട് ഗൈസ്. എന്താ ഇത്? ഓ ഗൈസ്, എനിക്കും ചിരി വരുന്നുണ്ട്. അവന് കുറച്ച് ദേഷ്യം വന്നിട്ടുണ്ട്. അത് തീർന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അല്ല, അതെന്തോ കേടായിപ്പോയി ഗൈസ് ടി വി. അവൻ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവൻ ഇത്രയും ചിരിച്ചൊരു പദം കണ്ടുകൊണ്ടിരുന്നതാ. അപ്പോൾ ഒരു ബുക്ക് എടുത്തവൻ. എന്നിട്ട് എന്തൊക്കെയോ വായിച്ചു. ടി വിയിലെ ഒരാളുടെ നമ്പർ കിട്ടി. അപ്പോൾ ടി വി ശരിയാക്കുന്ന ആളെ വിളിച്ചു. അപ്പോൾ വിളിച്ചിട്ട് അവൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ്റെ അമ്മ അവിടുന്ന് പുല്ലൊക്കെ വെട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവൻ വന്നു. അവൻ്റെ അമ്മയോടാണ് ചോദിക്കുന്നത്. അവൻ മിസ്റ്റർ ബീൻ പറഞ്ഞു അങ്ങോട്ട് പോവാൻ. അപ്പോൾ അവൻ അങ്ങോട്ട് പോയി. അവൻ ഒരു ഏണി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ടി വി ഇതാക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം മിസ്റ്റർ ബീൻ ടി വി കാണാൻ റെഡിയായിരിക്കുകയാണ്. അപ്പോഴേക്കും ടി വി ശരിയായി. അപ്പോൾ ടി വി കണ്ട് ചിരിച്ചിരിക്കുകയാണ് രണ്ടുപേരും, ടെഡിയും മിസ്റ്റർ ബീനും. അവർ രണ്ടാളും ചിരിക്കുന്നുണ്ട്. ടെഡി ബിയർ അവനെ നോക്കിയിരിക്കുകയാണ് ഗൈസ്. അവൻ്റെ മുഖം നോക്കി. അപ്പോഴേക്കും ആ കാർട്ടൂൺ തീർന്നു പോയി ഗൈസ്. അവൻ വല്ലാതെ ദേഷ്യം വന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു നെസ്റ്റ് കിട്ടി ഗൈസ് കയ്യിൽ. അപ്പോൾ അതവന് കൊടുത്തു. എന്നിട്ട് അവനൊരു പൈസയും കൊടുത്തു. എന്നിട്ട് അതിലൊരു മുട്ട കണ്ടു. ആ മുട്ട എടുത്തിട്ട് കിച്ചണിൽ നേരെ പോയി. അതെന്നിട്ട് ഡസ്റ്റ്ബിന്നിലെത്തു. എന്നിട്ട് അവൻ എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ വീണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ അതിന് 2 മുട്ട വേണമായിരുന്നു. ഒരൊറ്റ മുട്ട മാത്രമേ ഉള്ളൂ. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. അപ്പോൾ അവനൊരു ഐഡിയ വന്നു. ആ ഡസ്റ്റ്ബിന്നിലത്തെ മുട്ട എടുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് അവൻ്റെ ഐഡിയ. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് നേരെ അതിൽ ഇട്ടു. എന്നിട്ട് ഒരു മിക്സ് ആക്കി. കുറേ മിക്സൊക്കെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അവൻ കൈ കഴുകി ഗൈസ്. അപ്പോഴേക്കും എന്തായത്, അതിലുള്ളൊരു കോഴിക്കുഞ്ഞോ എന്തോ ഒരു സാധനമാണ്, എന്തോ ഒരു കിളിയാണ്. അത് പുറത്ത് വന്നു ഗൈസ്. എന്നിട്ട് അതിനെ ഒരു ബൗളിലാക്കിയിട്ട് മിസ്റ്റർ ബീൻ കൊണ്ടുപോയി. എന്നിട്ട് അതിനെ ഒന്ന് വാഷ് ചെയ്തു. എന്നിട്ട് അതിനെ ഒന്ന് എടുത്തിട്ട് നല്ലോണം ഒന്ന് എയർ ഡ്രയറിൽ ആക്കി അവനെ എടുത്ത് പിടിച്ചിട്ട് താഴെ ഇറക്കി മിസ്റ്റർ ബീൻ പോയി. അപ്പോൾ ആ ബേർഡ് അവൻ്റെ ബാക്കിൽ തന്നെ പോയി. എന്നിട്ട് എന്തോ ഒരു ബുക്ക് മിസ്റ്റർ ബീൻ കൈ പിടിച്ചു ഗൈസ്. അപ്പോൾ ആ ബേർഡും കൂടെ തന്നെ പോകുന്നുണ്ട്.
അപ്പോൾ അവനെന്തോ മൃഗങ്ങളുടെ കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ അവൻ അത് കണ്ടപ്പോൾ ഒരു ഡൈനോസറാണ് അതെന്ന് അവന് തോന്നി. അപ്പോൾ ആ ഡൈനോസർ വലുതായിട്ട് അവൻ്റെ അമ്മയെ അടുത്ത് തൂക്കിയായിരുന്നു അതിൻ്റെ വണ്ടി പൊതിഞ്ഞ്. പക്ഷെ അതൊക്കെ അവന് ആലോചിക്കുന്നതായിരുന്നു. എന്നിട്ട് അവനെ പുറത്താക്കി ഗൈസ്. എന്നിട്ട് അവന് കുറേ വട്ടം പുറത്താക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അവന് ദേഷ്യം വന്നു. എന്നിട്ട് അവൻ അവിടെ എന്തോ ഉണ്ടെന്ന് പോലെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഒരൊറ്റ വാതിൽ അടച്ചു ഗൈസ്. അപ്പോൾ ആ ബേർഡും പൂച്ചയും പൊരിഞ്ഞടിയായിരുന്നു ഗൈസ്. അത് ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ വീണു. എന്നിട്ട് മിസ്റ്റർ ബീൻ അതിൽ കയറിയിട്ട് ആ കിളിക്കുഞ്ഞിനെ രക്ഷിച്ചു. എന്നിട്ട് ആ പൂച്ച അതിൽ ഇട്ടിട്ട് ഒറ്റ ഡസ്റ്റ്ബിൻ പൂട്ടിയിട്ട് ഗൈസ്. അതിലിപ്പോൾ പുറത്തിറങ്ങാൻ കഴിയില്ല. എന്നിട്ട് ആ ബേർഡ് അവനെയും കൂട്ടാൻ പറഞ്ഞു. എന്നിട്ട് മിസ്റ്റർ ബീൻ വന്നോളൂ എന്ന് പറഞ്ഞു. ആ കിളിക്കുഞ്ഞിന് നല്ല സന്തോഷമായി. എന്നിട്ട് ഉള്ളിൽ കയറി. എന്നിട്ട് അവന് എന്തെങ്കിലും ഒരു ഫുഡ് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അവന് മീറ്റ് കാണിച്ചു കൊടുത്തു. അതവനക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ വീണ്ടും ബുക്ക് നോക്കി. എന്നിട്ട് ഓരോരോ ആനിമൽസിൻ്റെ പദവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് ഗൈസ്? അത് ഒരു കൊക്കിൻ്റെ മകനായിരുന്നു ഗൈസ് അത്. അപ്പോൾ അവന് ഒരു മണ്ണിരയെ പിരിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ അതൊക്കെ മുഴുവനും തിന്നുന്നുണ്ട് ഗൈസ്. പിന്നെ മിസ്റ്റർ ബീൻ കുളിക്കുന്നുണ്ടായിരുന്നു. ടെഡിയും അവനും കൂടി സന്തോഷിച്ച് കുളിക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ ബേർഡ് വന്നിട്ട് ആ ടെഡിനെ വലിച്ചെറിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കുളിച്ചു. എന്നിട്ട് മിസ്റ്റർ ബീന് നല്ലോണം ദേഷ്യം വന്നു ഗൈസ്. പിറ്റേ ദിവസമല്ല, രാത്രി ആയപ്പോൾ ആ ടെഡി ബിയറിനെ തോക്കി എറിഞ്ഞിട്ട് അവർ രണ്ടുപേരും ബുക്ക് നോക്കുകയായിരുന്നു. അതവൻ കീറി പറിച്ച് തിന്നു. മിസ്റ്റർ ബീന് നല്ല ദേഷ്യം വന്നു ഗൈസ്. എന്നിട്ട് മിസ്റ്റർ ബീനും ആ കിളിക്കുഞ്ഞും ലൈറ്റും ഓഫ് ചെയ്ത് ഉറങ്ങി. പിറ്റേ ദിവസം കാറിൽ എങ്ങോട്ടോ ആ കിളിക്കുഞ്ഞിനെ കൊണ്ടുപോവാണ്. കിളിക്കുഞ്ഞല്ല ഗൈസ്, കിളി വലുതായിട്ടുണ്ട്, അത്യാവശ്യം വലുതായിട്ടുണ്ട്. എന്നിട്ട് അവിടെ എത്തിയിട്ട് മിസ്റ്റർ ബീൻ ഒറ്റ പോക്ക് പോയി. ആ കിളിക്ക് ഭയങ്കര സങ്കടമായി. മിസ്റ്റർ ബീന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ വേട്ടക്കാരൻ കുറേ ആനിമൽസിനൊക്കെ ഓടിപ്പിച്ച് കൊല്ലുകയായിരുന്നു. അപ്പം നേരെ അവൻ റിവേഴ്സ് എത്തിയിട്ട് ആ ബേർഡിനെ കാതിൽ കയറ്റിയിരുത്തി ഗൈസ്. അപ്പോൾ അവൻ ഒരു കാഴ്ച കണ്ടു ഗൈസ്. കുറേ കിളിക്കുഞ്ഞ് പറന്നു പോകുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്ന് എത്തി നോക്കുകയാണ് നമ്മുടെ മിസ്റ്റർ ബീൻ. എന്നിട്ട് എന്തോ ഒരു പുതപ്പുമായി പോകുന്നുണ്ട്. അപ്പോൾ ആ ബേർഡും മിസ്റ്റർ ബീനും അവിടെ എത്തി. എന്നിട്ട് ആ മിസ്റ്റർ ബീൻ ഒരു ചിറകുമായിട്ട് ഒറ്റ പറക്കൽ. അവന് പറക്കാൻ കഴിയില്ല. അവനൊറ്റ വീണ് താഴും. എന്നിട്ട് അവനും അത് ട്രൈ ചെയ്തു. അവനും പറക്കാൻ കഴിയില്ല. ഒറ്റ വീഴൽ മിസ്റ്റർ ബീൻ്റെ മോന്തക്ക് വീണു ഗൈസ്. അപ്പോൾ മിസ്റ്റർ ബീന് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ അവനൊരു ഐഡിയ വന്നു. ഒരു കയറിൽ അവനെ ഒറ്റ വീഴൽ വിടാൻ നോക്കി. അപ്പോൾ അവന് പറക്കാൻ കഴിയില്ല. ഒറ്റ വീഴൽ വീണു. അവന് പിരാന്തായി ഗൈസ്. എന്നിട്ട് ഈ ഒരു ഐഡിയയും കൂടി പരീക്ഷിച്ച് നോക്കി. ആ ബേർഡിനെ ഓടാനും കഴിയാതെ അവൻ തൂങ്ങി വന്നു ഗൈസ്. അപ്പോൾ പറക്കാനൊക്കെ പറയുന്നുണ്ട് ഗൈസ്. എന്നിട്ട് കുറേ ബേർഡ് ഇങ്ങനെ പറക്കുന്നത് കണ്ടപ്പോൾ അവനും പറക്കാൻ തോന്നിയിട്ട് ഒറ്റ ചിറക് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ആ സാധനം പൊട്ടിച്ചിട്ട് ഒറ്റ പറക്കുമ്പോൾ അവന് താഴെ വീഴാൻ പോയി. പക്ഷെങ്കിൽ അവൻ ഒറ്റ പറക്കൽ പറന്നു ആ പക്ഷിക്കൂട്ടത്തിൻ്റെ ഒപ്പം പറന്നുപോയി. ആ മിസ്റ്റർ ബീനും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. മിസ്റ്റർ ബീൻ ബായൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. എന്നിട്ട് കാറിൽ വീട്ടിലേക്ക് തിരിച്ചുപോയി.
എന്നിട്ട് അവൻ ടി വി കാണുകയാണ് ഗൈസ്. ആ കിളിക്കുഞ്ഞിനെ ഓർത്തിട്ട് അവന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എന്നിട്ട് അതിനെ പറപ്പിച്ചു. എന്നിട്ട് അവന് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കാണുകയാണ്. അപ്പോൾ അവനക്കൊരു കാര്യം മനസ്സിലായി. ആ ബേർഡൊക്കെ അവിടെ ഉണ്ട് ഗൈസ്. ബേർഡൊക്കെ അല്ല, 2 ബേർഡൊക്കെ അവിടെ ഉണ്ട്. എന്നിട്ട് അവരെ പിടിച്ചിട്ട് ഇതാ അവിടെ ഇരുത്തി. അവൻ മിസ്റ്റർ ബീൻ്റെ ഒപ്പം അവിടെ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവർ എല്ലാവരും കൂടി അടിപൊളിയായിട്ട് ടി വി കാണുന്നത്. അപ്പോൾ ഒരു മുട്ടയിട്ടു ഗൈസ് കിളിക്കുഞ്ഞ്. അപ്പോൾ അതെടുക്കാൻ പോയപ്പോഴേക്കും ഒറ്റ കൊത്ത് ഗൈസ്. അപ്പോൾ അത് ഇങ്ങനെ തലോടിയിട്ട് പോയി മിസ്റ്റർ ബീൻ. അങ്ങനെ ടി വി ഒക്കെ കണ്ട് ചിരിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ മിസ്റ്റർ ബീൻ്റെ ഈ കൊച്ചു കഥ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.